ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളിൽ വളരെ ആകർഷണം തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളിൽ ആകർഷണം തോന്നുന്ന ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് കണ്ടിട്ടാണ് നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ വരുന്നത്, മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു സ്നേഹമൊക്കെ തോന്നുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ കണ്ടിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നത്, ഒരു ആകർഷണം തോന്നുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടാണ്, നിങ്ങളുടെ എന്ത് സ്പെഷ്യാലിറ്റി കണ്ടിട്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരു ആകർഷണം തോന്നുന്നത്, മറ്റ് വ്യക്തികൾക്ക് നിങ്ങളോട് ആകർഷണം തോന്നുന്നത് നിങ്ങളുടെ എന്ത് കാര്യം, എന്ത് പേഴ്സണാലിറ്റി കണ്ടിട്ടാണ്, എന്ത് കാര്യം കണ്ടിട്ടാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ എന്ത് കാര്യം കണ്ടിട്ടാണ് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളോട് ഒരു ആകർഷണം തോന്നുന്നത്, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് നോക്കാം. ഓക്കെ, 7 ഓഫ് സോർഡ്സ് ആണ് നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് ദ മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 4 ഓഫ് കപ്സ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, King of Wands, 4 of Swords, 2 of Cups, the Hanged Man. Okay, the Hanged Man energy നമുക്കിവിടെ വന്നിട്ടുണ്ട്. Okay, Page of Swords, Knight of Wands, 7 of Pentacles, ലാസ്റ്റ് കാർഡ് നമുക്ക് വന്നിട്ടുള്ള കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഇനി നമുക്ക് മാസ്റ്റർ കാർഡ് നോക്കാം. ദ ഹൈ പ്രിസ്റ്റസ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത് ഈ മറ്റുള്ളവർക്ക് നിങ്ങളിൽ ഏറ്റവും ആകർഷണമായിട്ട് തോന്നുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്തൊക്കെ കണ്ടിട്ടാണ് അവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഒരു മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ മാസ്റ്റർ കാർഡ് ദ ഹൈ പ്രിസ്റ്റസ് കാർഡാണ്. ദെൻ ഫസ്റ്റ് കാർഡ് 7 ഓഫ് സോർഡ്സ്. ഈ 3 കാർഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് പറ്റാത്ത ഒരാളാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഉള്ളില് ഒരു മിസ്റ്ററി ഉണ്ട്, ഒരു രഹസ്യമുണ്ട്, എല്ലാം തുറന്നു പറയാത്ത സ്വഭാവം, ആ ഒരു രീതിയിലുള്ള വ്യക്തികളാണ്. അതുകൊണ്ടാണ് ആളുകൾക്ക് കൂടുതലും നിങ്ങളോട് ഒരു ആകർഷണം തോന്നുന്നത്. അവിടെ ഒരു എല്ലാം കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ എല്ലാം ഉള്ളി തൊളിച്ചതുപോലെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് നടക്കുന്ന ഒരു പേഴ്സണൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ക്യൂരിയോസിറ്റി ഒന്നുമില്ല. അവരുടെ കാര്യങ്ങൾ എല്ലാം തന്നെ അവർ നമ്മൾ ചോദിക്കാതെ തന്നെ ഇങ്ങോട്ട് പറയുകയാണ്. അല്ലെങ്കിൽ വളരെ ഒരു വ്യക്തമായിട്ട് നമുക്ക് കാണാം അവരുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ആ ഒരു പേഴ്സൺ എന്നൊക്കെയുള്ളത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു രഹസ്യ സ്വഭാവം ഉണ്ട് എല്ലാത്തിനും. അതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ ഉള്ളിൽ എന്താണ് എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ആ ഒരു ആകർഷണം നിങ്ങളോട് തോന്നുന്നുണ്ട്. അതായത് ശരിക്കും ഇവള് അല്ലെങ്കിൽ ഇവൻ എന്താണ് ശരിക്കും ചിന്തിക്കുന്നത് എന്നൊരു ക്യൂരിയോസിറ്റി ആളുകൾ ഉണ്ടാക്കുന്ന ഒരു എനർജി നിങ്ങൾക്ക് ഉണ്ട്. ആ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷണം കൊണ്ടുവരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട്, അതുപോലെ നൈറ്റ് ഓഫ് വാൻഡ്സ് ഉണ്ട്. കിങ് ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ഈ 2 കാർഡുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ്, നിങ്ങൾ ഒരു കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഒരു ആത്മവിശ്വാസമുള്ള ഒരു എനർജി പുറത്തേക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്, ബോൾഡായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ഒരു പാഷൻ ഉള്ള ഒരു വ്യക്തിയാണ് എന്നൊക്കെയുള്ള തോന്നലുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ നിന്നായിക്കോട്ടെ, പ്രവൃത്തികളിൽ നിന്നായിക്കോട്ടെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് എന്ന് മറ്റുള്ള ആളുകൾക്ക് തോന്നുന്നുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് ആ തോന്നലുകൾ ഉണ്ടാകുമ്പോൾ ഇതൊരു ശരിക്കും ഒരു റൊമാൻറ്റിക് അട്രാക്ഷന് കാരണമാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഒരു ലീഡർഷിപ്പ് ഉള്ള, നല്ല ആക്റ്റീവായിട്ട്, നല്ല പോസിറ്റീവായിട്ട്, നല്ല കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളോട് നല്ല ബോൾഡായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും പറയുകയും സംസാരിക്കുകയും എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അതൊരു പാഷനേറ്റ് ആയിട്ട് ചെയ്യാനും ഒക്കെ നിൽക്കുന്ന വ്യക്തികൾ, കുറച്ചൊരു ആക്റ്റീവായിട്ടുള്ള വ്യക്തികളോട് നമുക്ക് കൂടുതലായിട്ടും ഒരു സ്നേഹം എല്ലാവർക്കും തോന്നാനുള്ള ഒരു
തോന്നുക എന്ന് തോന്നുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ നമുക്ക് നിങ്ങളോട് മറ്റുള്ളവർക്ക് കൂടുതൽ ആളുകൾക്കും ഒരു റൊമാൻറ്റിക് അട്രാക്ഷൻ തോന്നാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് എന്നാണ് നമുക്കിവിടെ കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 2 ഓഫ് കപ്സിന്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. 2 ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ബന്ധത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു സീരിയസ്നെസ് വെക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് ആര് വന്നു കഴിഞ്ഞാലും ഏത് രീതിയിലുള്ള കണക്ഷൻസ് ആണെങ്കിലും അവർക്ക് വേണ്ടുന്ന ഒരു സീരിയസ്നെസ് കൊടുത്ത, അല്ലാതെ ഒരു കാഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് നാൾ അവരുടെ ലൈഫിൽ നിർത്താം, എന്നിട്ട് നമുക്ക് അവരെ മാറ്റി നിർത്താം. അങ്ങനെ ഒരു ഫേക്ക് ആയിട്ട് പോകുന്ന ഒരു പേഴ്സൺ അല്ല നിങ്ങൾ. ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഏത് തരത്തിലുള്ള ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് വന്നാലും ആ ഒരു റിലേഷൻഷിപ്പിനോട് നിങ്ങൾ 100% ഒരു നീതി പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഒരു ജെന്യുവിൻ കണക്ഷൻ നിങ്ങൾ ആ മറ്റു വ്യക്തികളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളെ ട്രൂലി നിങ്ങൾ സത്യസന്ധമായിട്ട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മറ്റുള്ളവർക്ക് ആ ഒരു കെയറിങ് വളരെയധികം ഫീൽ ആവുകയും ചെയ്യും. ഇത് നിങ്ങൾക്കൊരു ശരിക്കും പറഞ്ഞ ഒരു ട്രസ്റ്റ് വർത്ത് പാർട്ട്ണർ എന്ന രീതിയിൽ ഒരു ഇമേജ് കൊടുക്കുന്നുണ്ട്. അതായത് എന്ത് കാര്യങ്ങളാണെങ്കിലും അത് ഒരു വിശ്വാസത്തോടെ പറയാൻ പറ്റുന്ന ഒരു വ്യക്തി, ആ ഒരു പേഴ്സണെ വിശ്വസിക്കാം, നിങ്ങളെ അവർക്ക് വിശ്വസിക്കാം. നിങ്ങൾ ആ ഒരു കാര്യം മറ്റാരോടും പറയില്ല എന്ന രീതിയിൽ ഒരു ട്രസ്റ്റ് നിങ്ങളിൽ ഉണ്ട്. മറ്റുള്ളവർക്ക് ആ ഒരു ട്രസ്റ്റ് നിങ്ങളോട് തോന്നും. അതുകൊണ്ട് തന്നെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറയാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മറ്റ് വ്യക്തികൾ നിങ്ങളെ കാണുന്നുണ്ട്. അതും നിങ്ങളിലേക്ക് ഒരു ആകർഷണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, അതുപോലെ ഏസ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്, 7 ഓഫ് പെന്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തി, ഈ ഒരു പെന്റിക്കിൾസ് എല്ലാം വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു വ്യക്തി ശരിക്കും ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന്. അതായത് ലൈഫ് സ്ലോലി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പേഴ്സൺ ആണ്. അതോടൊപ്പം തന്നെ ഒരു കറക്റ്റായിട്ട് ഒരു ഷുവർലി ബിൽഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെ കറക്റ്റായിട്ട് രീതിയിൽ ബിൽഡ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ഇംപ്രഷൻ കൊടുക്കുന്നു. അതാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്. വളരെ സ്ലോലി ആയിട്ട് ഓരോരോ പുതിയ സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോകുന്നു ലൈഫിൽ. പക്ഷെ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മയോടെ ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് ബിൽഡ് ചെയ്ത് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്ന രീതിയിലാണ് മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു ഇംപ്രഷൻ തോന്നുന്നത്. ആ ഒരു ഇംപ്രഷനും നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺസിനെ അട്രാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്യൂച്ചർ സെക്യൂരിറ്റി, അതായത് ഫ്യൂച്ചറിൽ ഇന്ന കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യണം എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊരു കഴിവായിട്ട് ആളുകൾക്ക് തോന്നും. അങ്ങനെ തോന്നുമ്പോൾ അത് ഒരു അട്രാക്ഷൻ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഹാങ്ഡ് മാൻ ഉണ്ട്, അതുപോലെ പേജ് ഓഫ് സോർഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സാധാരണ ആളുകളെ പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തി അല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്താഗതിയാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഒരു പുതിയ ഒരു ചിന്താഗതി, അതായത് പുതിയ നമ്മളിപ്പോ ഒരു കാര്യങ്ങൾ കോമൺ ആയിട്ടും എന്തൊരു കാര്യം നടന്നാലും അത് കോമൺ ആയിട്ട് ആളുകൾ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറി ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ അതിന് പുതിയൊരു തലത്തിലേക്ക് കൊണ്ടുവന്ന് ചിന്തിക്കാനായിട്ട് കഴിവുള്ള ഒരു പേഴ്സൺ ആണ്. ഇപ്പം രണ്ട് വ്യക്തികൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാൽ പോലും ആ രണ്ടുപേരുടെ ഭാഗത്തും ന്യായമുണ്ടെന്നും രണ്ടുപേരുടെ ഭാഗത്ത് വന്നിട്ടുള്ള ന്യായങ്ങൾ എന്തൊക്കെയാണെന്നും, അല്ലെങ്കിൽ അവർ ആ ഒരു കാര്യം ചെയ്യാനുണ്ടായ സിറ്റുവേഷൻ ഇതാണ് എന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാനും കഴിവുള്ള ഒരു പേഴ്സൺ ആണ്. അങ്ങനെ ചിന്തിച്ച് മറ്റുള്ളവർക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല കഴിവുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഒരു ആകർഷണം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഡീപ് തിങ്കിങ് ചെയ്യുന്ന, ഒത്തിരി ആഴത്തിൽ കാര്യങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. നല്ല ഒബ്സർവേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തിയാണ് എന്നിങ്ങനെ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ബുദ്ധിപരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതൊരു ഇന്റലക്ച്വൽ അട്രാക്ഷൻ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 4 ഓഫ് സോർഡ്സ് ഉണ്ട്, 4 ഓഫ് കപ്സിന്റെ ഒരു എനർജി ഉണ്ട്. ഇത് ഒരു കാം ആയിട്ടുള്ള ഒരു എനർജി. അതായത് നിങ്ങൾ പുറത്തേക്ക് വളരെ ഒരു ബോൾഡായിട്ടൊക്കെയാണ് കാണപ്പെടുന്നതെങ്കിലും എല്ലായ്പ്പോഴും ഈ ഒരു നിങ്ങൾ മറ്റുള്ള ആളുകളെ ചേസ് ചെയ്യാതെ, മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ചോദിക്കാതെ ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന, ആളുകളെ കൂടുതലായിട്ട് ഇങ്ങനെ അടുപ്പിക്കാതെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവക്കാരനാണ്, അല്ലെങ്കിൽ സ്വഭാവക്കാരിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അതായത്
ഒരു വൈബ്, നിങ്ങളുടേതായ തന്നെ ഒരു വൈബ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ആ ഒരു വൈബിലേക്ക് മറ്റാളുകൾ അട്രാക്ഷൻ ആകുന്നു, അവർക്കൊരു ആകർഷണം തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ ശരിക്കും പറയുന്നത്. അത് അല്ലാതെ നിങ്ങൾ എല്ലാ ആളുകളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയും അവരുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തുകൊണ്ടല്ലാതെ നിങ്ങളുടെ തന്നെ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആ ഒരു വൈബിലേക്ക് മറ്റുള്ളവർ അട്രാക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു 7 ഓഫ് സോർട്സ് ഉണ്ട്, അതുപോലെ മൂൺ കാർഡ് ഉണ്ട്. ഇത് രണ്ട് കോമ്പിനേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഇങ്ങനെ ഈ ഒരു രണ്ട് കോമ്പിനേഷൻ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് ഈ ഒരു പേഴ്സൺ ഒരു ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങൾക്ക് മറയ്ക്കാനുണ്ട് എന്നൊരു ഡൗട്ടും മറ്റുള്ള വ്യക്തികൾക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചിലർക്ക് ഇത് അട്രാക്ഷൻ ആയിട്ട് തോന്നുമ്പോൾ, അതായത് നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയോ ക്യൂരിയോസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ലൈഫ് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഇങ്ങനെയൊക്കെ രീതിയിൽ എടുക്കുമ്പോൾ മറ്റു ചിലർ ഇവർക്ക് എന്തൊക്കെയോ മറച്ചു പിടിക്കാനുണ്ട്, ഹൈഡ് ചെയ്ത് പിടിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സ്വഭാവം കാണിക്കുന്നത് എന്ന് ചിലർ അങ്ങനെ ഡൗട്ട് അടിച്ച് കൺഫ്യൂഷൻ ആകാനുള്ള ഒരു സാധ്യതയും നമ്മളിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളിൽ ഏറ്റവും ആകർഷണമായി തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു രഹസ്യ സ്വഭാവം തന്നെയാണ്. ആ ഒരു ഓറ, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഓറ മറ്റുള്ള ആളുകൾ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കോൺഫിഡൻസ്, ബോൾഡ്നെസ്, ഈ രണ്ട് കാര്യങ്ങൾ അട്രാക്ഷൻ നൽകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾ വളരെ ഡെപ്ത് ഉള്ള ഒരു പേഴ്സൺ ആണ്. അതായത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായാലും വളരെയധികം സിൻസിയർ ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഈ ഒരു ജെന്യൂനിറ്റിയും മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു വൈബിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വൈബ് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്ത് കാര്യമായാലും ഒരു ഡിഫറെന്റ് മൈൻഡ് സെറ്റോട് കൂടി ചിന്തിക്കാനും വിലയിരുത്താനും ആക്ഷൻ എടുക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. ആ ഒരു കഴിവും മറ്റുള്ളവർ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ അവർ ശരിക്കും അഡ്മയർ ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈസി ആയി കിട്ടാത്ത പക്ഷെ വൺസ് കിട്ടിയാൽ വിലയേറിയ ഒരു വ്യക്തി എന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിലേക്ക് മറ്റുള്ള വ്യക്തികൾ ആകൃഷ്ടരാകുന്നത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു റീഡിങ് വളരെ വ്യത്യസ്തമായ ഒരു റീഡിംഗ് ആണ്. റിലേഷൻഷിപ്പ് റീഡിംഗ് ഒന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ക്ലൂസോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പൊ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനലൊക്കെ വിസിറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അതുപോലെ കമന്റ് ഒക്കെ ചെയ്യുക. നമുക്ക് ഒരു ഫസ്റ്റ് ചാനൽ കൂടി ഉണ്ട്, സ്പിരിച്വൽ വേൾഡ് വിത്ത് ടാരോട്ട്സ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൽ നല്ല ലോങ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു സെക്കൻഡ് ചാനൽ എന്നോണം നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് സ്പിരിച്വൽ വേൾഡ് വിത്ത് 2.0 എന്ന് പറയുന്ന ഈ ഒരു ചാനൽ. അപ്പോൾ ഇതിലും എനിക്ക് ഒത്തിരി ആളുകൾ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് അത് കമന്റ് വഴി അറിയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ആ ടോപ്പിക്സ് കമന്റ് വഴി അറിയിക്കാനായി നമ്മൾ ആ ഒരു ടോപ്പിക്സിൽ വീഡിയോകൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ, സെക്കൻഡ് ചാനൽ തുടങ്ങിയിരിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചാനലിൽ അത്യാവശ്യം ലോങ് ആയിട്ടുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്കൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, ഒരു ഷോർട്ട് വീഡിയോ മതി, എന്നിട്ട് പെട്ടെന്ന് കാര്യങ്ങളൊന്ന് അറിഞ്ഞു പോയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ കുറച്ച് പേര് എനിക്ക് ഫസ്റ്റ് ചാനലിൽ കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് തന്നെ റീഡിങ്ങുകൾ ചെയ്തു കൊടുക്കുന്നു. ചെറിയ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറഞ്ഞു പോകുന്നു, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാതെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോസ് ഇടുന്നത്. ഇതിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ എല്ലാ ദിവസങ്ങളിലൊന്നും ഇടാൻ പറ്റിയില്ലെങ്കിലും ആഴ്ചയിൽ 1-2 വീഡിയോകളൊക്കെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.